ഇന്നത്തെ രാത്രിയിലെ ദൈവവചനാധ്യാനത്തിനായിട്ട് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സസ് 7 and 8. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിക്കുവിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. പരിശുദ്ധ പിതാവേ, അടിയങ്ങളങ്ങനെ സന്നിധിയിലേക്ക് വീണ്ടും അടുത്തു വരുന്നു. അങ്ങയ്ക്ക് പാടുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിപ്പാൻ അടിയങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ തിരുവചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശ്രേഷ്ഠമേറിയ നിലനിൽക്കുന്ന ഒരു പ്രവൃത്തി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യണമേ. അങ്ങയുടെ സഭയെ ശുദ്ധീകരിക്കണം. കർത്താവെ, ഞങ്ങളുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാട്ടെ. സഹോദരങ്ങളെ, ദൈവിക പദ്ധതികളിലേക്കൊന്ന് നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം, സകല സൃഷ്ടികളെയും സംബന്ധിച്ചിടത്തോളം 2 വിഷയങ്ങളെ ദൈവസന്നിധിയിലുള്ളൂ. 1 നിത്യം, 2 താൽക്കാലികം. ദൈവം ചെയ്യുന്ന ഏത് പ്രവൃത്തികളായിക്കൊള്ളട്ടെ, ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഏത് വചനമായിക്കൊള്ളട്ടെ, ദൈവം തന്നിരിക്കുന്ന ഏത് പ്രമാണങ്ങളും മാർഗങ്ങളും ആയിക്കൊള്ളട്ടെ, എല്ലാം ആശ്രയിച്ചിരിക്കുന്ന ഈ 2 വിഷയത്തെയാണ്. 1 നിത്യമായിട്ടുള്ളത് ഇറ്റേണൽ, ആൻഡ് 2 താൽക്കാലികമായിട്ടുള്ളത് ടെമ്പറൽ. എന്നാൽ പിശാചിനെ സംബന്ധിച്ച് നോക്കിയാൽ അവൻ്റെ മുമ്പിൽ പ്രസക്തിയായിട്ട് 1 മാത്രമേ ഉള്ളൂ, താൽക്കാലികം. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവൻ മനുഷ്യനെ താൽക്കാലികമായി സന്തോഷിപ്പിച്ച് അവൻ്റെ കൂടെ നിർത്തും. അതുപോലെ തന്നെ ചെറിയ നിരാശകൾ, താൽക്കാലികമായ നിരാശകളും പ്രയാസങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, സന്താപങ്ങൾ കടന്നു വരുമ്പോൾ അവൻ മനുഷ്യനെ നിരാശയിലേക്ക് നയിക്കും. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പിശാച് ഒരു വ്യക്തിയെ നന്നാക്കിയെടുത്തെന്ന്? പിശാച് നേർവഴി കാണിച്ചു കൊടുത്തത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? പിശാച് വന്നത്, ദൈവവചനം പറയുന്നു, യേശു കർത്താവ് പറയുന്നു, അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനുമാണ്. പിശാച് കടന്നു വന്നിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പിശാച് വന്നാൽ, ഒരു കുടുംബത്തിലേക്ക് പിശാച് വന്നാൽ, ഒരു രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പിശാച് വന്നാൽ, ദൈവസഭയിലേക്ക് പിശാച് കടന്നു കഴിഞ്ഞാൽ അത് നാശത്തിലേക്ക് നയിക്കത്തക്കവണ്ണമുള്ള വഴിയാണ് പിശാച് കാണിച്ചു തരുന്നത്. പിശാച് ഒരിക്കലും നമ്മുടെ നിത്യതയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കത്തില്ല. പിശാച് ഒരിക്കലും പറയില്ല മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ടെന്ന്. That is the very reason majority of the people in the world, they don't believe in eternity. ഈ ലോകത്തിലുള്ള ലയൺ പാർട്ട്, സിംഹഭാഗം മനുഷ്യർക്കും നിത്യതയെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർ പിശാചിനാൽ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നാം ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഒരു പ്രതിഫലമുണ്ടെന്നും ദൈവസന്നിധിയിൽ നാം ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നും പിശാച് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിശാച് പറയുന്നത് ഒന്നും സാരമില്ല, ഇതൊക്കെ നോർമൽ ലൈഫാണെന്ന്. ഈ ജീവിതം എന്ന് പറയുന്നത്, ഈ ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ. വൺസ് യു ലിവ് ആൻഡ് ഡൈ, ദാറ്റ്സ് ഓൾ. നത്തിങ് ആഫ്റ്റർ ഡെത്ത്. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് devil has deceived many people to believe. So this is what about devil എപ്പോഴും ടെമ്പറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പിശാച് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക്, പിശാചിനാൽ കബളിപ്പിക്കപ്പെടുന്നവർക്ക്, പിശാചിനാൽ സ്വാധീനിക്കപ്പെടുന്നവർക്ക് നിത്യതയെക്കുറിച്ചൊരു ബോധമില്ല. അവർക്ക് താൽക്കാലികമായിട്ടുള്ള വിഷയമാണ്, താൽക്കാലികമായിട്ടുള്ള ലാഭങ്ങൾ, നേട്ടങ്ങൾ, ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ, ഇതൊക്കെയാണ് പിശാച് മനുഷ്യന് വാഗ്ദത്തം ചെയ്യുന്നതും പിശാചിനെ ഫോളോ ചെയ്യുന്നവർ അത് മാത്രം അതിൻ്റെ പിന്നിലേക്ക് പോകുന്നതും. ഇവിടെ നമ്മൾ ഈ വായിച്ച വചനഭാഗത്തേക്ക് വരുമ്പോൾ യാക്കോബിന്റെ ലേഖനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ. വളരെ സുതാര്യമായ രീതിയിൽ, പ്രായോഗികമായ രീതിയിൽ ദൈവസഭയോട് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ്
ദൈവദാസനായ യാക്കോബിലൂടെ ജെയിംസിലൂടെ സംസാരിക്കുക. നിങ്ങൾ 1 മുതലുള്ള അധ്യായങ്ങൾ നോക്കുമ്പോൾ ഈ 5 അധ്യായങ്ങൾ മാത്രമേ നമുക്കറിയാം. 5 അധ്യായങ്ങളാണ് യാക്കോബിന്റെ ലേഖനത്തിലുള്ളത്, അല്ലേ? ഈ 5 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം മുതൽ പരിശോധിച്ചാൽ വളരെ വളരെ പ്രായോഗികമായിട്ടുള്ള, വളരെ വിശദമായി ദൈവസന്നിധിയിൽ ദൈവജനം എങ്ങനെയായിരിക്കണമെന്നും ദൈവസഭ എങ്ങനെയായിരിക്കണമെന്നും വിശുദ്ധ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും നമ്മുടെ ശുദ്ധീകരണം ഏത് മാർഗങ്ങളിലൂടെ ആയിരിക്കണമെന്നും ഒക്കെ വളരെ വിശദമായിട്ട് യാക്കോബിന്റെ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ വായിച്ചു കേട്ട ഈ വചനഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട്. മുകളിലേക്ക് പോയി 4-ാമത്തെ അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ തുടർച്ചയായിട്ട് എഴുതിയിരിക്കുകയാണ്. ആ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾക്കുവിൻ. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ എർത്തലി സെന്റേർഡ്. ഭൗമികരായിരിക്കുന്ന, ഈ ലോകത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ലൗകിക ജീവിതത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു ജനത്തോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. എന്താ നിങ്ങളുടെ ചിന്ത എന്തെന്ന് ചോദിച്ചാൽ, നാളെ പോയിട്ട് ലാഭം ഉണ്ടാക്കണം. ഈ ലോകത്ത് കുറെ നാൾ ജീവിച്ച് ജോലി ചെയ്ത് സുഖസൗകര്യമായിട്ട് ജീവിച്ച് കുറച്ച് ലാഭങ്ങളൊക്കെ ഉണ്ടാക്കി ഈ ലോകത്തിൽ ജയാളികളായി മാറണം, അധികാരികളായി മാറണം, പ്രൗഢിയിൽ ജീവിക്കണം. അങ്ങനെയുള്ളവരെ ഇത് കേൾക്കുവിൻ, ഈ വചനം കേൾക്കുവിൻ. താഴേക്ക് വായിച്ചു വരുമ്പോൾ പറയുന്നു, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. See how temporal human life is, how empty, how hollow, how fragile human life is. മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് എത്രമാത്രം ലാഘവമുള്ളതാണ്, എത്രമാത്രം താൽക്കാലികമാണ്, എത്രമാത്രം ഉടഞ്ഞു പോകുവാനുള്ള നശ്വരമായിട്ടുള്ളതാണ്. അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞിട്ട് പറയുകയാണ്, അത് തിരിഞ്ഞു പറയുകയാണ്. ദൈവഭയമുള്ള, നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന, ഒരു നാളിൽ ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കേണ്ടി വരും എന്ന് ബോധ്യമുള്ള ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് പറയേണ്ടത്? കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. അങ്ങനെ പറഞ്ഞ് താഴേക്ക് വന്നിട്ട് 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. അവിടെ 1-ാമത്തെ വാക്യം മുതൽ പറയുന്നു, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. ധനവാന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന റിച്ച് പീപ്പിൾ, ദാറ്റ് മീൻസ് ഹു ആർ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദെയർ എർത്തലി റിച്ചസ്. ഈ ഭൂമിയിലുള്ള റിച്ചസിന്, ഈ ഭൂമിയിലുള്ള ധനത്തിന്, ഈ ഭൂമിയിലുള്ള നിക്ഷേപങ്ങൾക്ക്, ഈ ഭൂമിയിലുള്ളതിന് പ്രാധാന്യം കൊടുത്ത് അതിനുവേണ്ടി ജീവിക്കുന്നവരെ നിങ്ങളിത് കേൾക്കുവിൻ. എന്താ പറയുന്നതെന്നറിയാമോ? നിങ്ങളുടെ ധനം ദ്രവിച്ചു, ഉടുപ്പ് മുഴുവരിച്ചും പോയി, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ നിക്ഷേപങ്ങളെ ഈ അന്ത്യകാലത്ത് കുറച്ചു നാൾ കൂടി മാത്രമേ നിന്റെ ജീവിതം ബാക്കിയുള്ളൂ എന്ന് അറിഞ്ഞിട്ടും, ഈ ഭൂമിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് വ്യക്തമായി നിന്റെ മുമ്പിൽ നീ കണ്ടുകൊണ്ടിരുന്നിട്ടും, ഇന്ന് കാണുന്ന വാർത്തകളിൽ, മീഡിയകളിൽ, ഇന്ന് കേൾക്കുന്ന മാധ്യമങ്ങളിലൂടെ ഒക്കെ മനുഷ്യന്റെ ജീവിതം എത്ര ക്ഷണികമാണെന്നുള്ള സത്യം നീ തിരിച്ചറിഞ്ഞിട്ടും ഈ അന്ത്യകാലത്ത് നീ നിക്ഷേപങ്ങളെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് നീ ഇത് കേൾക്കണം എന്നാ അവിടെ പറയുന്നത്. ശ്രദ്ധിച്ചേ, എന്താണെന്നറിയാമോ? നിങ്ങളുടെ ധനം ദ്രവിച്ചു പോകും, ഉടുപ്പ് മുഴുവരിച്ചു പോകും. അത് മാത്രമല്ല, പൊന്നും വെള്ളിയും ഒക്കെ കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും എന്ന് പറഞ്ഞാൽ, that will testify against you every riches that you are going after, every earthly centered treasures that you have gained so far, that will stand against you that day. നീ എന്തിനു വേണ്ടി പിന്നാലെ ഓടിയോ, ഏത് നിക്ഷേപങ്ങളുടെ പിന്നാലെ ഓടിയോ, ഏത് താൽക്കാലിക നിക്ഷേപങ്ങൾക്ക് പിന്നാലെ ഓടിയോ, അതൊക്കെ ഒരു നാളിൽ നിനക്കെതിരെ സാക്ഷി നിൽക്കും. എന്താ സാക്ഷി നിൽക്കുന്നതെന്ന് അറിയാമോ? ഇവൻ എനിക്ക് വേണ്ടിയായിരുന്നു ഓടിയതെന്ന്, ഇവൻ എനിക്ക് വേണ്ടിയായിരുന്നു അധ്വാനിച്ചതെന്ന്, ഇവൻ എനിക്ക് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഇവൾ എനിക്ക് വേണ്ടിയായിരുന്നു അവരുടെ ജീവിതം മാറ്റിവെച്ചതെന്ന് സാക്ഷിയാകും. എന്നിട്ട് താഴേക്ക് വായിച്ച് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു കുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ ഭൂമിയിൽ ലക്ഷോറിയസ് ആയിട്ട് റോയൽ ലൈഫ് ലീഡ് ചെയ്തിട്ട് കൊല ദിവസത്തിൽ എന്ന പോലെ, ഡെത്ത് ഡേയിൽ എന്ന പോലെ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അറക്കാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു ആടിനെ, ആട്ടിൻകുട്ടിയെ നോക്കിയാൽ സ്ലോട്ടർ ഹൗസിലേക്ക് ഒരാടിനെ, ഒരു ലാമ്പിനെ കൊണ്ടുപോകുക എന്ന് വെച്ചോ,
അത് എത്ര സന്തോഷിച്ചിട്ട് എന്താ കാര്യം? In another few minutes it hurts or neck is going to be cut off. അല്ലേ? സ്ലോട്ടർ ഹൗസിലേക്ക്, അറവശാലയിലേക്ക് ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുപോയാൽ ആ ആട്ടിൻകുട്ടി എത്ര തുള്ളിച്ചാടിയാൽ എന്താ പ്രയോജനം? അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ അതിന്റെ കഴുത്ത് വെട്ടുന്ന, അല്ലേ? ഇവിടെ പറയാ, കൊല ദിവസത്തില് ആ നിന്റെ മുമ്പിലുള്ളതിനെ അറിയാതെ നീ ഈ ഭൂമിയിലെ ആഡംബരങ്ങളിൽ സുഖിച്ചു പൊളച്ച് ജീവിക്കുന്നു. എന്നിട്ടാണ് നമ്മൾ മുമ്പേ വായിച്ച വാക്യത്തിൽ പറയുകയായിരുന്നു, എന്നാൽ സഹോദരന്മാരെ, ഇവിടെ ദൈവസഭയെ സംബോധന ചെയ്തുകൊണ്ട് കർത്താവിന്റെ ദാസൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് ദൈവദാസനോട് പറയുകയാണ്, ഓ മൈ ബ്രദറൻ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിക്കുവേൻ. അതുകൊണ്ട് ഇതിനകത്തൊന്നും നിങ്ങൾ വിട്ടുപോകാതെ, ഇതൊന്നും നിങ്ങളെ സ്വാധീനിക്കാതെ, നിങ്ങളുടെ കൂട്ടുകാരതിന് പോകുന്നവരായിരിക്കാം, നിങ്ങളുടെ വീട്ടുകാരതിന് പോകുന്നവരായിരിക്കാം, ഒരു പക്ഷേ നിന്റെ ഭർത്താവ് അതിന് പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ ഭാര്യ ഈ ലോകത്തിന്റെ പിന്നാലെ പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ കർത്താവിന്റെ പ്രത്യക്ഷത വളരെ അടുത്തിരിക്കുന്നു. അതുവരെ നീ ഒന്ന് ക്ഷമിച്ചിരിക്കുക. Just wait, just be patient, because the Lord's day is coming, and wait patient until the day of the Lord. കാരണം നിന്റെ ചുറ്റുപാട് നോക്കുമ്പോൾ ഈ ലോകത്തിന് വേണ്ടി ഓടുന്ന ഒരു ജനത്തെയാണ് നീ കാണുന്നത്. ഈ ലോക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനത്തെയാണ് നീ കാണുന്നത്. നീ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നീയും അവരും ഒരിടത്ത് തന്നെ ജോലി ചെയ്യുകയാണ്, നീയും അവരും ജീവിക്കുന്നത് ഒരേ ദേശത്താണ്, നിനക്കും അവർക്കും ഒരേ ക്വാളിഫിക്കേഷൻ ആണുള്ളത്, ഒരേ ജീവിത സാഹചര്യങ്ങളാണുള്ളത്, അവർ സുഖിച്ച് ജീവിക്കുന്നു. ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നു, ആഡംബരത്തോടെ സുഖിച്ച് ജീവിക്കുന്നു. നീയോ നിനക്ക് സുഖിച്ച് ജീവിക്കുവാൻ സാഹചര്യം, ശ്രദ്ധിച്ചു കേൾക്കണമേ, നിനക്ക് സുഖിച്ച് ജീവിക്കുവാൻ സാഹചര്യമുണ്ടെങ്കിലും, അതിനുള്ള റിസോഴ്സസ് ഉണ്ടെങ്കിലും, മനഃപൂർവ്വം അത് വേണ്ട എന്ന് വെച്ച് ലളിതമായ ജീവിതത്തിൽ കർത്താവിനെ ഭയന്ന് നീ ജീവിക്കുന്നു. അവരുടെ നിക്ഷേപങ്ങളെല്ലാം തങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ചെലവിടുമ്പോൾ, നീ നിക്ഷേപങ്ങളിൽ ഒരു ഭാഗം എടുത്ത് സാധുക്കൾക്ക് വേണ്ടി ദൈവവചനം പറഞ്ഞതുപോലെ നീ വിതരണം ചെയ്യുന്നു. മറ്റുള്ളവരെ കൂടി കരുതി മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ നിന്റെ ജീവിതത്തെ നീ ഷെയർ ചെയ്യുന്നു, നിന്റെ സമയത്തെ നീ ഷെയർ ചെയ്യുന്നു. അപ്പോൾ all possibilities that you could be discouraged. എല്ലാ സാഹചര്യവും ഈ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ നീ ഡിസ്കറേജ്ഡ് ആയി പോകുവാൻ, നിന്റെ ജീവിതം ഒരു തോൽവിയാണെന്ന് നീ സ്വയം ചിന്തിക്കുവാൻ തക്കവണ്ണം ഒരു സാധ്യതയുണ്ട്. നീ ചെയ്യുന്ന പലതിനും ചില അർത്ഥങ്ങൾ നിനക്ക് കണ്ടുപിടിക്കുവാൻ പറ്റാതെ വരും. നിന്റെ ചുറ്റുപാടും നിന്നെ നിരാശപ്പെടുത്തുന്നവർ പലരും വരും. നിന്റെ ഭവനത്തിൽ നിന്നെ നിരാശപ്പെടുത്തുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. നീ വലിയവരെന്ന് കരുതുന്നവർ പലരും നിന്നെ നിരാശപ്പെടുത്തിയേക്കാം. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ലിസൺ ടു മൈ ബ്രദറൻ, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ഞാൻ പറയുന്നത് കേക്ക്, കർത്താവിന്റെ വരവ് വരെ ദീർഘക്ഷമയോടിരിക്കുക. ജസ്റ്റ് വെയിറ്റ്. നമ്മൾ മലയാളത്തിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ പറയത്തില്ല, വെയിറ്റ് ആൻഡ് സീ എന്ന്, ഞാൻ കാത്തിരുന്ന് കാണ്. ദാറ്റ് ഈസ് ദ മീനിങ്, വെയിറ്റ് ആൻഡ് സീ. അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിക്കുവിൻ. അതിനൊരു ഉദാഹരണം പറയുകയാണ്. എന്താണെന്നറിയാമോ? കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. ഇവിടെ പറയുകയാണ്, എല്ലാ കൃഷിക്കാരൻ്റെയും ആഗ്രഹം എന്താണെന്നറിയാമോ? വിത്ത് പാകിയിട്ട് പിറ്റേ ദിവസം തന്നെ കൊയ്യണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ അത് നടക്കത്തില്ല. when there is വിതച്ചു കഴിഞ്ഞിട്ട് സോ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇൻ എ വീക്ക് ടൈം ഹാർവെസ്റ്റ് നടത്തണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. But it won't happen that way. He has to wait for the rain. He has to wait for the plant to grow up, shoot up and plant it to grow up. അതിനൊരു സീസൺ ഉണ്ട്. ആ സീസൺ കഴിയുന്നത് വരെ ഒരു കൃഷിക്കാരൻ ആ ഫലത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ നീ ഈ ചെയ്യുന്ന പ്രവൃത്തികളുണ്ടല്ലോ, നീ കർത്താവിന്റെ നാമത്തിന് വേണ്ടി സഹിക്കുന്ന നിന്ദകളുണ്ടല്ലോ, പരിഹാസങ്ങളുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഈ വഴികളൊക്കെ ഉണ്ടല്ലോ, എന്തിനാണെന്നറിയാമോ? ശ്രേഷ്ഠമേറിയ ഒരു ഫലത്തിനു വേണ്ടി നിന്നെ ഒരുക്കുകയാണ്. നീ അതുവരെ കാത്തിരിക്കണം. അങ്ങനെ ഇവിടെ പറഞ്ഞു നിർത്തുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, നിങ്ങളും ദീർഘക്ഷമയോടിരിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. ദിസ് ഈസ് സം ഇമ്പോർട്ടൻറ്റ് തിങ് വി നീഡ് ടു ലുക്ക് ഇൻ ടു. മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, ചിലപ്പോൾ നമ്മുടെ ഹാർട്ട് സ്റ്റേബിൾ ആകത്തില്ല. കാരണം നമ്മുടെ ലൈഫിൽ പ്രഷർ വന്നുകൊണ്ടിരിക്കും എല്ലാ ഭാഗത്തൂടെയും നമ്മളെ കൂൾ ഡൗൺ ചെയ്യുവാൻ. ഹല്ലേലൂയ. നമ്മളെ പുൾ ബാക്ക് ചെയ്യുവാൻ, നമ്മളെ പുറകോട്ട് പിടിക്കുവാൻ. ഹല്ലേലൂയ. തീഷ്ണതയോടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും നമുക്ക് പലർക്കും കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? സാഹചര്യങ്ങൾ നമ്മളെ പിന്നോട്ട് വലിക്കുകയാണ്. കാരണം നമ്മുടെ ഇഫക്റ്റീവ്നെസ്സിനെ പിശാച് റൂയിൻ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അതുകൊണ്ട് സ്ഥിരമാക്കണം.
നിങ്ങളുടെ ഹൃദയം അതുകൊണ്ട് സ്ഥിരമാക്കണം. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ബി യു ഓൾസോ പേഷ്യന്റ്, എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് യുവർ ഹാർട്ട്സ്. എസ്റ്റാബ്ലിഷ് യുവർ ഹാർട്ട്സ്. നിന്റെ ഹാർട്ട് സ്ഥിരമാക്ക്, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വേവർ ചെയ്യരുത് എന്നിവിടെ പറഞ്ഞ് കർത്താവിന്റെ ദാസൻ നിർത്തുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പേഷ്യൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? Patience means an emotional calm even under pressure and provocations. The ability to endure hardship, delay and even injustice without losing faith, hope or love. ഭയങ്കരമായ സമ്മർദ്ദങ്ങളുടെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ഈവൻ അനീതി നമ്മുടെ ജീവിതത്തിന്റെ മുന്നിൽ കടന്നു വരുമ്പോഴായാലും എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായി തീരുമ്പോഴും ഇമോഷണലി വൈകാരികമായി ഒരു കാം, ഒരു ശാന്തത നമ്മുടെ അകത്തുണ്ടാകുന്നതിനെയാണ് പേഷ്യൻസ് എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് ഹൊപ്പമെനെ. ഹൊപ്പമെനെ എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് എൻഡ്യൂറൻസ് അണ്ടർ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസ്. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, വളരെ വലിയ സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ എൻഡ്യൂർ ചെയ്യുക, അതിനെ അതിജീവിക്കുക, അതിജീവനത്തിന്റെ മാർഗം. അതിനാണ് ഈ പേഷ്യൻസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് സംതിങ് വി കനോട്ട് പ്രൊഡ്യൂസ്. ഇതിനെ നമുക്ക് ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഹ്യൂമൻലി സ്പീക്കിംഗ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നു, ഇത് ആത്മാവിന്റെ 9 ഫലത്തിലൊന്നാണ്. സന്തോഷം നമുക്കറിയാം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ആ ദീർഘക്ഷമ എന്ന് പറയുന്നത് കിങ് ജെയിംസ് വേർഷനകത്ത് ദീർഘക്ഷമ എന്ന് പറയുന്നു, മറ്റു ചില വേർഷനുകളിൽ പേഷ്യൻസ് എന്ന് പറയുന്നു, വേറെ ചില വേർഷനുകളിൽ ഫോർബെയറൻസ് എന്ന് പറയുന്നു. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ദീർഘക്ഷമ. ദിസ് ഇസ് സംതിങ് ദ ഹോളി സ്പിരിറ്റ് ഹാസ് ടു പ്രൊഡ്യൂസ് ഇൻ us. നമുക്ക് ജഡികമായിട്ട് മാനുഷികമായിട്ട് ഈ ക്ഷമ, ഈ കാത്തിരിക്കുവാനുള്ള പേഷ്യൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്തു പോകും, നമ്മൾ ഡിസ്കറേജ്ഡ് ആയി പോകും. അതുകൊണ്ട് ദിസ് ഈസ് സംതിങ് വി നീഡ് ടു ആസ്ക് ദ ലോർഡ് ടു പ്രൊഡ്യൂസ് ഇൻ us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ എൻഡ്യൂറൻസ് നമുക്ക് തരണം, ഈ ഫോർബെയറൻസ് നമുക്ക് തരണം, ഈ പേഷ്യൻസ് നമുക്ക് തരണം, ഈ ലോങ് സഫറിങ് നമുക്ക് തരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് നാച്ചുറലി അല്ല. കാരണം ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ പറയുന്നു, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. നമ്മൾ കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയേ, വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയേ, എത്രമാത്രം പ്രഷറിന്റെ മധ്യത്തിലൂടെ കർത്താവ് കടന്നു പോയിട്ടുണ്ടെന്നറിയാമോ? ശിഷ്യന്മാരിലേക്ക് വരുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ ജീവിതം, പെന്തിക്കോസ്തി നാളിന് ശേഷമുള്ള അവരുടെ ജീവിതം, പരിശുദ്ധാത്മാവ് അവർ നിറഞ്ഞു കഴിഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ അവർ നിറഞ്ഞു കഴിഞ്ഞ്, ഹല്ലേലൂയ, കർത്താവിന്റെ വേലയിലേക്ക് അവർ ഇറങ്ങിക്കഴിയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി ഉടനീളം 3-ാമത്തെ അധ്യായം മുതൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, they were very calm. അവർ പഴയ ആളുകളൊന്നുമല്ല. നമുക്കറിയാം, അതിനു മുമ്പ് പത്രോസ് യേശു കർത്താവിനെ തള്ളിപ്പറയുന്നുണ്ട്, ശിഷ്യന്മാർ കർത്താവിനെ വിട്ട് ഓടുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അവരിലേക്ക് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, പെന്തിക്കോസ്തി നാളിന് ശേഷം നോക്കിയപ്പോൾ, ഏത് ട്രയലിന്റെ മധ്യത്തിലായാലും, ഏത് ടെംപ്റ്റേഷൻസിന്റെ മധ്യത്തിലായാലും, ഏത് ടെസ്റ്റിന്റെ മധ്യത്തിലായാലും, ഏത് പ്രഷറിന്റെ മധ്യത്തിലായാലും, ഒപ്പോസിഷൻസിന്റെ മധ്യത്തിലായാലും, they were very, very calm. കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ നല്ല 1-2-3 വാക്യങ്ങൾ കർത്താവിന്റെ ഈ ദീർഘക്ഷമയെ കുറിച്ച്, പേഷ്യൻസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ കർത്താവിനെ ഫോളോ ചെയ്യുന്ന നമുക്ക് അതുണ്ടായേ പറ്റൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത വരൂ, കർത്താവിന്റെ നാളിലേക്ക് അടുക്കും തോറും. ഹല്ലേലൂയ. ഈ വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്നു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. ഞാനാകുന്നുവെന്ന് യേശു അവനോട് പറഞ്ഞു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ ഒരു വാക്കിനും ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഈ 2-3 വാക്യങ്ങളുടെ മധ്യത്തിൽ 3 ന്യായവിസ്താര സഭകളുടെ മുമ്പിൽ കർത്താവ് നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാടുവാഴിയുടെ മുമ്പാകെ നിൽക്കുന്നുണ്ട്, അതുപോലെ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും മുമ്പാകെ നിൽക്കുന്നുണ്ട്, പീലാത്തോസിന് മുമ്പാകെ നിൽക്കുന്നുണ്ട്. ബട്ട് ഹി ഹെൽഡ് ഹിസ് പീസ് എന്ന് പറഞ്ഞാൽ അവൻ നിശബ്ദനായി അവിടെ നിന്നു.
ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവിന്റെ സ്ഥാനത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരം പറയത്തില്ലേ? അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. ഒന്ന് വിളിച്ചാൽ മതി, ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തൻ്റെ മഹത്വത്തെ അവിടെ വെളിപ്പെടുത്തി കാണിക്കും. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന, തന്നെ ന്യായം വിധിക്കുന്ന, തന്നെ വിസ്തരിക്കുന്ന, തനിക്കെതിരെ കുറ്റങ്ങൾ ആരോപിക്കുന്നവരൊക്കെ വെറും വെറും മനുഷ്യര് മാത്രമാണെന്ന് ഇവിടെ നിൽക്കുന്ന കർത്താവിന് നന്നായിട്ടറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് കർത്താവ് മിണ്ടാതെ നിന്നത്? എന്തുകൊണ്ടാണ് കർത്താവ് എല്ലാ റിസോഴ്സസും, എല്ലാ എബിലിറ്റിയും, ഡിവൈൻ പവർ, ഹീ ഈസ് എ ഡയറ്റി, അവന് ഡിയറ്റിയാണ്, അവന് ആ ഗോഡ്ലി പവേഴ്സ് ഉണ്ട്. ഹീ ഈസ് ഗോഡ് ഹിംസെൽഫ്. എനിത്തിങ് അറ്റ് ഹിസ് അതോറിറ്റി, അവന്റെ അധികാരത്തിന് കീഴിൽ എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ നിസ്സഹായനായി താൻ നിന്നത് എന്തിനാണെന്നറിയാമോ? ബിക്കോസ് ഹി കെയിം ഡൗൺ ടു ഡു ദ വിൽ ഓഫ് ഹിസ് ഫാദർ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനത്രേ വന്നത്. കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനാണ്, ദൈവമായിട്ട് ജീവിക്കാനല്ല. അവിടുന്ന് മനുഷ്യനായിട്ട് ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നത് പോലെ, നാം ഓരോരുത്തരും ജീവിക്കുന്നത് പോലെ മാത്രം അവിടുന്ന് ജീവിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം കാണേണ്ടത്. നമുക്ക് റിസോഴ്സസ് ഉണ്ടെങ്കിലും, നമുക്ക് പ്രതികരിക്കുവാൻ കഴിയുമെങ്കിലും, പ്രതികരിക്കുവാനുള്ള റൈറ്റുകൾ എല്ലാം ഉണ്ടെങ്കിലും, ചില സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ദൈവാത്മാവ് നമ്മളോട് പറയും, ഹോൾഡ് യുവർ പീസ്, മിണ്ടാതെ ഇരിക്കാൻ. ചിന്തിക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. എല്ലാത്തിനും മറുപടി പറയാനായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. എല്ലായിടത്തും ജസ്റ്റിഫൈ ചെയ്യുവാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല. ഒരു കാര്യം ഓർക്കണേ സഹോദര സഹോദരി, നിന്റെയും എൻ്റെയും ഹൃദയത്തിൽ സ്വസ്ഥത വരണമെങ്കിൽ ഇത് നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മൾ എത്രമാത്രം എക്സ്പ്ലനേഷൻ മറ്റുള്ളവർക്ക് കൊടുത്താലും, അത് ദൈവസഭയിലായിക്കൊള്ളട്ടെ, ഭവനത്തിലായിക്കൊള്ളട്ടെ, ജോലിസ്ഥലത്തിലായിക്കൊള്ളട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നീ എത്ര എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞാലും വീണ്ടും അവർ 10,000 ചോദ്യങ്ങൾ ചോദിക്കാൻ അവരുടെ കയ്യിലുണ്ട്. None of us can ever satisfy another human being. മറ്റൊരു ഹ്യൂമൻ ബീയിങ്ങിനെ, മറ്റൊരു മനുഷ്യനെ, ഒരു സഹോദരനോ സഹോദരിയോ വേറൊരു വ്യക്തിയോ ആയിക്കൊള്ളട്ടെ, അവരെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുവാൻ വേറൊരു വ്യക്തിക്ക് കഴിയത്തില്ല. കാരണം അവർ 100 ചോദ്യങ്ങൾ ചോദിച്ചാൽ 100 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം കൊടുത്തെന്ന് പറഞ്ഞാലും ശരി, another 100 questions are in line there. വേറെ 100 ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. ഇവിടെ യേശു കർത്താവിനെ നന്നായിട്ടത് അറിയാം. അവൻ ചോദിക്കുന്ന യേശു ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം പീലാത്തോസ് പിന്നെയും ചോദിക്കും. ഒരു നല്ല മാതൃക അവിടെ നമ്മൾ കാണുന്നത്, ഹോൾഡ് യുവർ പീസ്. നീ നിന്റെ അതോറിറ്റി പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ലീവ് ഇറ്റ് ടു ഗോഡ്, ലീവ് ഇറ്റ് ടു ഗോഡ്, ലീവ് ഇറ്റ് ടു ഗോഡ്സ് ഹാൻഡ്സ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ. നെവർ ഫൈറ്റ് ഫോർ ഇറ്റ്. യു സേ വാട്ട് യു ബിലീവ്, ദാറ്റ്സ് ഇറ്റ്. ചില സാഹചര്യങ്ങളിൽ വരുമ്പോൾ നീ എന്ത് ബിലീവ് ചെയ്യുന്നു നീ അത് പറയുക. നീ എന്താണോ കൺവിൻസ്ഡ് ആയിരിക്കുന്നത് അത് പറയുക. What you feel right, you say it. If they don't accept it, just leave it. You understood it? കർത്താവ് പറയുക, അവന്റെ മഹത്വ പ്രത്യക്ഷത വരെ be patient with your life. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും അത് മനസ്സിലാക്കേണ്ടതാ. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവിന്റെ സ്വഭാവം തന്നെ, സർവശക്തനായ ദൈവത്തിന്റെ സ്വഭാവം ഒന്ന് നോക്കിയാൽ 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, 8 മുതൽ ഉള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയമുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭർഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. The Lord is compassionate and gracious, slow to anger, abounding in love. This is the nature of God. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? അവിടുന്ന് മഹാദയും ദീർഘക്ഷമയും ഉള്ളവനാ. ആരോടാ? നമ്മളോട്. നമ്മുടെ സ്വഭാവം എന്തുവാ? നമ്മുടെ സ്വഭാവം എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവമല്ലേ? ദൈവത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന സ്വഭാവം അതല്ലേ? നമ്മൾ പരസ്പരമുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയേ. എത്ര സൗമ്യനാന്ന് പറഞ്ഞാലും ചില സമയത്ത് പൊട്ടിത്തെറിക്കേണ്ടി വരും. കാരണം മറ്റുള്ളവർ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളോടൊരു കാര്യം, ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഒരേ ചോദ്യം തന്നെ ഒരാൾ ഒരു 3-4 പ്രാവശ്യം ചോദിച്ചെന്ന് വെച്ചു, നമുക്ക് ദേഷ്യം വരത്തില്ലേ? നമ്മുടെ മക്കൾ ആരെങ്കിലും വന്ന് ചോദിക്കാന്ന് വെച്ചാൽ, പപ്പ അത് എന്താ പപ്പ അങ്ങനെ? നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വന്ന് ചോദിക്കും, പപ്പ അതെത്താ പപ്പ അങ്ങനെ? നമ്മൾ ചോദിക്കും, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇപ്പോഴേ? പിന്നെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് 3-ാമതും വന്ന് ചോദിക്കുക, പപ്പ അതെന്താ പപ്പ ഇങ്ങനെ? അപ്പം നമുക്കറിയാം നമ്മുടെ സൗമ്യതയൊക്കെ എവിടെ പോകുമെന്നറിയാം അല്ലേ?
ഒരേ ഒരേ കാര്യം തന്നെ ഒരു 10,000 പ്രാവശ്യം വീണ്ടും വീണ്ടും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലേ ദൈവസന്നിധിയിൽ? ഒരേ വിഷയത്തിൽ തന്നെ എത്ര തവണ ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട് നമ്മൾ? ചില കാര്യങ്ങളിൽ ക്ഷമ ചോദിക്കാനുള്ള നാണം കൊണ്ട് നമ്മൾ ചോദിക്കത്തില്ല, കാരണം എത്ര തവണ ചോദിച്ചതാണ്. അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടല്ലേ. പക്ഷേ ഇവിടെ വചനം പറയുന്നു, അവൻ ദീർഘക്ഷമയും മഹാധേയം കൊണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ആ പറഞ്ഞ പോയിന്റ്? കാരണം ഗോഡ് ഈസ് പേഷ്യന്റ്, അവൻ ദീർഘക്ഷമയുള്ളവനാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മളെ പഠിപ്പിച്ചു തരിക കർത്താവ്. ആ കർത്താവാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പൊ അവിടുത്തേക്ക് ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും he knew how to be patient. എങ്ങനെ സൗമ്യനായിരിക്കാൻ, ദീർഘക്ഷമയുള്ളവനായിരിക്കുവാൻ കഴിയുമെന്ന് കർത്താവിന് അറിയാം. അതേ ആത്മാവ്, ആ പരിശുദ്ധാത്മാവിനെയാണ് സ്വർഗം നമ്മുടെ ഉള്ളിലേക്ക് തന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് പേഷ്യൻസ്. ഇപ്പം മനസ്സിലായ സഹോദരങ്ങളെ? അപ്പം നമ്മൾ ആ ആത്മാവിലേക്ക് ആശ്രയിച്ച് കഴിയുമ്പോൾ, നമ്മൾ നമ്മുടെ ജഡത്തിൽ ആശ്രയിക്കാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജഡം നമ്മളെ ഉത്തേജിപ്പിക്കും മറുപടി കൊടുക്കുവാൻ, ജഡം നമ്മളെ ഉത്തേജിപ്പിക്കും സ്റ്റെപ്പ് അപ്പ് ചെയ്യുവാൻ. പക്ഷേ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജഡം പറയുന്നത് കേൾക്കാതെ ദൈവാത്മാവിനോട് ചോദിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു പക്ഷേ നമ്മളോട് പറയും ജസ്റ്റ് വെയിറ്റ്. ചില സന്ദർഭങ്ങളിൽ ദൈവാത്മാവ് നമ്മളെ കൊണ്ട് ആക്ട് ചെയ്യിക്കും, അല്ലേ? കർത്താവ് ചാട്ടവാർ എടുത്ത് ഒരു ചാട്ടവാർ ഉണ്ടാക്കിക്കൊണ്ട് ആലയത്തിൽ പോയിട്ട് എല്ലാവരെയും അടിച്ച് പുറത്താക്കുന്നതായിട്ട് പറഞ്ഞില്ലേ? അവിടെ നമ്മൾ കണ്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ കണ്ട് നമ്മൾ ചില സന്ദർഭത്തിൽ ദൈവാത്മാവ് അങ്ങനെ ചെയ്യിപ്പിക്കും. ദൈവാത്മാവ് ചിലയിടത്ത് അങ്ങനെ ചെയ്യിപ്പിക്കും. പക്ഷേ ഇറ്റ് ഹാസ് ടു ബി ഫ്രം ദ ലോർഡ്. അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയായി തീരണം. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, without depending on the Lord, without relying on the Lord, we won't be able to exercise this particular gift, this particular quality. ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ക്ഷിപ്രകോപികളായിട്ടുള്ളവരുണ്ടോ? വെരി ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ളവരുണ്ടോ? പെട്ടെന്ന് അപ്സെറ്റ് ആകുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ആങ്ഷ്യസ് ആകുന്നവരായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് ഞാനൊരു ക്ഷിപ്രകോപിയായിരുന്നു. വെരി ഷോർട്ട് ടെമ്പറമെൻ്റ് ആയിരുന്നു എൻ്റേത്. വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് കോപിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റേത്. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അങ്ങനെ കോപിക്കുമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കങ്ങനെ കോൺഷ്യസിലേക്ക് വരുന്നില്ല ഞാൻ കോപിച്ചതായിട്ട്. എന്താ ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചതെന്നറിയാമോ? നമ്മൾ ദൈവത്തിലേക്ക് ആശ്രയിക്കുമ്പോൾ, നമ്മുടെ ബലഹീനത കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറയുമ്പോൾ, കർത്താവെ അങ്ങേ കൂടാതെ എനിക്ക് കഴിയത്തില്ല എന്ന് ഞാൻ പറയുമ്പോൾ, എൻ്റെ നിത്യത എൻ്റെ മുമ്പിൽ ഞാൻ എപ്പോഴും കാണുമ്പോൾ, എൻ്റെ നിത്യത എൻ്റെ കർത്താവിനൂടെ വസിക്കുവാൻ കാണും. ദിസ് വൺ തിങ്, ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലെ തടസ്സമാണെന്ന് അറിയുമ്പോൾ എന്ത് വില കൊടുത്തും അതിനെ ഓവർകം ചെയ്യുവാനായിട്ട് ഞാൻ ശ്രമിക്കും. ഞാനിവിടെ സഹോദരനോട് ചോദിക്കുക, വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് ദാറ്റ് സ്റ്റോപ്സ് യു ഫ്രം ഫോളോയിങ് ദ ലോർഡ്? ദൈവത്തെ, കർത്താവിനെ അനുഗമിപ്പാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ തടസ്സമായി വരുന്ന വിഷയം എന്താ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ വിഷയത്തിന് വേണ്ടി ഉപവസിക്കാൻ, ആ വിഷയത്തിന് വേണ്ടി സഹോദരങ്ങളിൽ വിശ്രമുള്ള ജ്ഞാനമുള്ള സഹോദരങ്ങളുടെ സഹായം തേട്. Be with them together and pray about it. The Lord will help you to overcome it. Hallelujah. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. തീമോത്തിയുടെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. തീമോത്തിയുടെ ലേഖനം 1 തീമോത്തി 1:16 പറയുന്നു, യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. നോക്കിയേ, ദീർഘക്ഷമ എന്ന് പറയുന്നത്, ഫോർബെയറൻസ് എന്ന് പറയുന്നത്, പേഷ്യൻസ് എന്ന് പറയുന്നത്, ദിസ് ഈസ് സംതിങ് ദ ലോർഡ് ഹാസ് ടു ഗിവ് us. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കർത്താവ് കൊടുത്തതാ, കർത്താവ് നമുക്ക് തരണം. പ്രധാനപ്പെട്ട 3 വിഷയങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകാൻ പോകുകയാണ്. ഞാൻ അതിനൊരു ഇൻട്രൊഡക്ഷനാണ് ഇത്രയും നേരം പറഞ്ഞത്. ഹല്ലേലൂയ. ഇത് കർത്താവിൽ നമ്മൾ പ്രാപിച്ചേ പറ്റൂ. നശിച്ചു പോകുന്ന പലതിനും വേണ്ടി കർത്താവിൻ്റെ വാതിൽക്കൽ മുട്ടുന്ന നമ്മൾ, നിത്യമായി നിലനിൽക്കാത്ത താൽക്കാലികമായ പലതിനു വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുന്നവരായ നമ്മൾ, കർത്താവിനെ അന്വേഷിക്കുന്നവരായ നമ്മൾ, ഹല്ലേലൂയ, കർത്താവിൻ്റെ മുഖം തേടുന്നവരായ നമ്മൾ, നിത്യതയിലേക്ക് എത്തുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരെ വീഴാതെ നിൽക്കുവാൻ തക്കവണ്ണം, ഈ ലോകത്തിൻ്റെ ഓളങ്ങളിൽ അകപ്പെട്ടു പോകാതെ വണ്ണം, ഈ ലോകത്തോടുകൂടി എരിഞ്ഞു പോകുവാൻ തക്കവണ്ണം ഇടയാകാതെ വണ്ണം, നിത്യതയിലേക്ക് നിക്ഷേപങ്ങളെ സൂക്ഷിപ്പാൻ തക്കവണ്ണം സഹായിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ വരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്ന ഈ നാളുകളിൽ ഇവിടെ പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ ഹൃദയത്തെ സ്ഥിരമാക്കുവേ.
ശ്രേഷ്ഠമേറിയതിനു വേണ്ടി, നിത്യമായി നിലനിൽക്കുന്നതിന് വേണ്ടി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇറ്റേണലായിട്ടുള്ളതിന് വേണ്ടി. താൽക്കാലികമുള്ളതിന്റെ പിന്നാലെ പോകുന്ന പിശാചാണ്. നിത്യമായിട്ടുള്ളതിനെ കുറിച്ച് പറയുന്നത് ദൈവമാണ്. മറന്നു പോകരുത്. ഗോഡ് ഓൾവേസ് സ്പീക്സ് about the things of eternity, things eternal, but devil always seduces, tempts us and prompts us with the temporal things. Hallelujah. മറന്നു പോകരുത്. Hallelujah. ഇവിടെ നമ്മളെ അത് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവാണ് ഈ ഗിഫ്റ്റ് അല്ലെങ്കിൽ പേഷ്യൻസ്, നിലനിൽക്കുവാനുള്ള ബലം, കാത്തിരിക്കുവാനുള്ള ഒരു ബലം, നോക്കിപ്പാർക്കുവാനുള്ള ഒരു ബലം തന്നിലേക്ക് പകർന്നു എന്ന് പറയും. നമ്മളിൽ എത്ര പേർ അതിന് ചോദിച്ചിട്ടുണ്ട് കർത്താവിനോട് ഇന്ന് വരെ? കർത്താവേ, ഐ ബിക്കം ഓഫൻ ഇംപേഷ്യൻസ്. എനിക്ക് കാത്തിരിക്കുവാൻ തക്കവണ്ണമുള്ളൊരു കൃപയില്ല. അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, when you and I say that we are followers of Christ, when you and I claim that we are Christians, when you and I say that we are on the way to eternity with Christ or with God, this is something we need to get from God. Otherwise, ഇവിടെ പറയുന്നു, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നിൽക്കാൻ നമുക്ക് കഴിയാതെ വരും. അതിനു മുമ്പേ നമ്മൾ വീണുപോയേക്കാം. ഈ വഴിയിൽ നിന്ന്, ഈ യാത്രയിൽ നിന്ന് നമ്മൾ മാറിപ്പോയേക്കാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് സംസാരിക്കുവാനായിട്ട് മുന്നോട്ടുള്ള കുറച്ച് സമയം ഞാൻ ആഗ്രഹിക്കുന്നത്. 3 points I am going to speak on. Number 1, we must be patient when we wait upon the Lord. നാം കർത്താവിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, ചില വിഷയങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ, we must be patient. ദൈവസന്നിധിയിൽ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇപ്പൊ തന്നെ വേണമെന്ന് പറയരുത്. ഞാൻ 2 ആഴ്ച കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയരുത്. കഴിഞ്ഞ 3 മാസം ഞാൻ ഉപവാസ പ്രാർത്ഥന ഇത് തന്നെയാണ് പ്രാർത്ഥിച്ചത്, ഇതുവരെയും കർത്താവ് വാതിൽ തുറന്നില്ലല്ലോ എന്ന് പറയരുത്. Be patient in your relationship with God. We must be patient when we wait upon the Lord. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 37 സങ്കീർത്തനത്തിലെ 7ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ മുമ്പാകെ മിണ്ടാതെയിരുന്ന് അവനായി പ്രത്യാശിക്ക, കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ യഹോവയുടെ മുമ്പായി കാത്തിരുന്ന് മിണ്ടാതിരുന്നവനായി പ്രത്യാശിക്കുക, കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി പോകുന്നവനെ നീ നോക്കരുത്. അതുപോലെ തന്നെ ദുരുപായം പ്രയോഗിക്കുന്നവനെ, ഷോർട്ട് കട്ടിലൂടെ ജയം നേടുന്നവനെ നീ നോക്കരുത്. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ടൈം എടുക്കും. ചിലയിടത്ത് നമ്മൾ സ്റ്റക്കാകും. അതേ സ്ഥാനത്താണ് നമ്മൾ ടെംപ്റ്റഡ് ആകുന്നത്, പ്രലോഭിപ്പിക്കപ്പെടുന്നത്. എന്താണെന്നറിയാമോ? നമ്മുടെ കൂടെയുള്ള പലരും നമ്മളെക്കാട്ടിൽ ഒത്തിരി മുമ്പിലെത്തി. കാരണം എന്താണെന്നറിയാമോ? അവർ പല ഷോർട്ട് കട്ട് വഴികളിലൂടെ കടന്നുപോയി. അതുപോലെ തന്നെ കാര്യസാധ്യം പ്രാപിക്കുന്നവൻ സ്വയചിന്തയിൽ, സ്വയബുദ്ധിയിൽ മറ്റു വഴികൾ അന്വേഷിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നേടുന്നവര്. പക്ഷെ ഇവിടെ നീ ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, ദൈവം പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞ് ഇവിടെ പറയുക, നീ ഇവരെ 2 പേരെയും നോക്കരുത്, നീ കർത്താവിനായി കാത്തിരിക്കണം. കാരണം എന്നറിയാമോ? ഇവരങ്ങ് ഒത്തിരി മുമ്പേ ഓടി അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും. പണ്ട് ആമയും മുയലും ഓടിയതുപോലെ. നിങ്ങൾക്ക് മനസ്സിലായോ? ഒറ്റ ഓട്ടമാ, ഓടിപ്പോയി. പക്ഷെ നമുക്കറിയാം കഥയുടെ അവസാനം എല്ലാവരും പ്രതീക്ഷിച്ചതല്ല നടന്നത്. എന്താണെന്നറിയാമോ? എല്ലാവർക്കും അറിയാം, ആമയും മുയലും കൂടി ഒരു റാബിറ്റും ഒരു ടോട്ടസും കൂടെ ഓടാൻ തുടങ്ങി. നമുക്ക് എല്ലാവർക്കും ഈ ഓട്ടം കാണേണ്ട കാര്യമില്ല, മുന്നമേ പറയാൻ പറ്റും റിസൾട്ട്. ആര് ജയിക്കും പറയും? റാബിറ്റ് വിൽ, അല്ലേ? കാരണം നമുക്കറിയാം, അവരുടെ സ്വഭാവം അറിയാം, ഒരു ഓട്ടത്തിൻ്റെ ഇതൊക്കെ അറിയാം. പക്ഷെ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആരാ ജയിച്ചതെന്ന് അറിയാമോ? ടോട്ടസ്, ആമയാണ് ജയിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് ഇവർ നമ്മുടെ മുമ്പിൽ ഓടുകയാണല്ലോ, ഇവർ ജയിക്കുകയാണല്ലോ, ഇവർ നേടുകയാണല്ലോ, ഇവർ ഉയരുകയാണല്ലോ, നീ അവരെ ഓർത്ത് മുഷിയരുത്, അവരെ ഓർത്ത് അസൂയപ്പെടരുത്. നീ കർത്താവിനായി കാത്തിരിക്കേ. കർത്താവ് നിനക്ക് തന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ, എനിക്ക് സമയമില്ല ഇവിടെ കൊണ്ട് കാണിക്കാൻ വേണ്ടി, ഫിലിപ്പിനെയും കൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു പോക്ക് പോകുന്ന കണ്ടല്ലേ? അല്ലേ? എത്ര കിലോമീറ്റർ സ്പീഡിലായിരിക്കും പോയത്? അല്ലേ? നമുക്ക് ചിന്തിച്ചു നോക്കേണ്ടിയല്ല. അതുപോലെ തന്നെ ആഹാബിന് മുമ്പ് ഏലിയാവ് ഓടുന്നതായിട്ട് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എത്ര മൈൽ സ്പീഡിലായിരുന്നു ഓടിയത്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് ആത്മീക അർത്ഥത്തിൽ നമ്മളൊന്ന് എടുക്കണം. കർത്താവ് നിന്നെ മാനിച്ചാൽ, ഹല്ലേലൂയ, ആർക്കും എത്തുവാൻ കഴിയാത്തത് ദൈവം നിന്നെ എത്തിക്കും. അത് ഭൗതികമായിക്കൊള്ളട്ടെ, ആത്മീകമായ വിഷയമായിക്കൊള്ളട്ടെ. ഇതിനെ നമ്മൾ മറക്കരുത്. കാരണം എന്താണെന്നറിയാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല,
നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞൊരു അർത്ഥം എന്താണെന്നറിയാമോ? മനുഷ്യൻ പോകുന്ന വഴികളല്ല എൻ്റെ വഴികൾ. എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല. അതുപോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. എൻ്റെ വഴികളും മനുഷ്യൻ്റെ വഴികളും ദൈവത്തിൻ്റെ വഴികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ഭൂമിയുടെ മേൽ ആകാശം എത്ര ഉയർന്നിരിക്കുന്നത് പോലെ. ആകാശവും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ നമ്മൾ വിചാരിക്കും കൈയെത്തിയാൽ മതിയെന്ന. ഏതെങ്കിലും ഒരു വലിയ പർവ്വതത്തിൻ്റെ മൗണ്ടൻ്റെ മുകളിൽ എത്തിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൈ സ്കേപ്പറിൻ്റെയോ അല്ലെങ്കിൽ 150 സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആകാശത്തെ മുട്ടുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ 37,000 ഫീറ്റ് ഹൈറ്റിലൂടെ ഫ്ലൈറ്റ് പോയാലും പിന്നെയും മില്യൺസ് ഓഫ് ഫീറ്റ് ഹൈറ്റ് കിടക്കുക ആകാശത്തിന്. കർത്താവ് പറയുക, എൻ്റെ വിചാരങ്ങളും നിങ്ങളുടെ വിചാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇത്രയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തടത്ത് നമ്മൾ എത്തുന്നത്, ദൈവത്തിനെ ആശ്രയിച്ചാൽ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ബി പേഷ്യന്റ് വിത്ത് ഗോഡ്. വെൻ യു ആർ സ്പീക്കിംഗ് ടു ഗോഡ്, വെൻ യു ആർ വെയിറ്റിംഗ് അപ്പോൺ ഹിം, വെൻ യു ആർ പ്രേയിങ് ഫോർ സംതിങ്, let him work for you rather than you use your shortcuts. You follow some human being's technique like other people are saying. നമ്മളോട് പലരും ബോധർ ചെയ്യുന്നതാ, നോക്ക് ഇങ്ങനൊന്നും ചുമ്മാ ദൈവം ചെയ്യും എന്നും പറഞ്ഞ് നീ ഇരിക്കാതെ അവരെ നോക്ക്, അവരൊക്കെ കാണിക്കും ചെയ്യുന്നു കണ്ടില്ലേ. അപ്പോൾ അവരോട് പറയണം, കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ പോയിനി. പക്ഷെ ഞാൻ കർത്താവിന് കൈ കൊടുത്തു പോയി, ഇനിയിപ്പോൾ എനിക്ക് വേറെ വഴിയൊന്നുമില്ല. ഐ ഹാവ് ടു വെയിറ്റ് അപ്പോൺ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനൊരു സഹോദരന് പറയാൻ കഴിഞ്ഞാൽ, അങ്ങനൊരു സഹോദരിക്ക് പറയാൻ കഴിഞ്ഞാൽ, മാർക്ക് മൈ വേർഡ്, അവരുടെ ജീവിതത്തിൽ അവർ ലജ്ജിക്കേണ്ടി വരില്ല. ബിക്കോസ് വി ആർ പുട്ടിങ് ഗോഡ് ഇൻ ടെസ്റ്റ് ബിഫോർ ദ വേൾഡ്. ദൈവത്തെ ലോകത്തിൻ്റെ മുമ്പൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കുക. ദൈവത്തിന് പ്രവർത്തിച്ചേ പറ്റും തൻ്റെ മഹത്വത്തിന് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. വെയിറ്റിംഗ് ഓൺ ഗോഡ് സംടൈംസ് മീൻസ് patiently remaining where you are until God grants you permission to proceed. Waiting for God എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സ്ഥലത്ത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ദൈവം മൂവ് ചെയ്യാൻ പറയുന്നത് വരെ. ഹൈ സ്പീഡിൽ വണ്ടി ഓടിച്ചു വരുമ്പോൾ റെഡ് സിഗ്നൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, എത്ര കടന്ന് ധൃതി വെച്ചാലും വണ്ടി മുന്നോട്ട് പോകത്തില്ല, റെഡ് സിഗ്നൽ മാറാതെ, പെർമിഷൻ കിട്ടുന്നത് വരെ. നമുക്ക് ഇംപേഷ്യൻ്റ് ആയിട്ട് ഒരു കാര്യവുമില്ല, പേഷ്യൻ്റായേ പറ്റൂ. അപ്പോൾ ചിലയിടങ്ങളിൽ വെയിറ്റിംഗ് അപ്പോൺ ഗോഡ്, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, ദൈവപ്രവൃത്തിയുടെ മുമ്പാകെ ക്ഷമയോടിരിക്കുക എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. എന്തിന്? God hasn't given us permission to proceed. നമ്മൾ മറന്നു പോകരുത്. Because God has a time for everything. He knows the perfect time for us. We may become impatient, but God tells us to wait. കാരണം ആ വെയിറ്റിംഗ് സീസണിൽ കർത്താവ് വലിയ പ്രവർത്തികൾ നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ ഷേപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ റഫ് എഡ്ജസ് ഒക്കെ ഡിവൈഡ് ചെയ്യുക, അതൊക്കെ പൈൽ ഓഫ് ചെയ്ത് കളയുക, അതിനെയൊക്കെ സ്മൂത്ത് ആക്കിക്കൊണ്ടിരിക്കുക. നമ്മളൊരു ക്യാരക്ടർ അവൻ ബിൽഡ് ചെയ്യുക. ഞാൻ താഴേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ പറയാൻ സമയം കിട്ടുന്നെങ്കിൽ നമ്മളൊരു വലിയ പ്രവൃത്തി ചെയ്യുകയാണ്. അങ്ങനെയല്ലേ നമ്മളെ പലരും കർത്താവ് മാറ്റിയെടുത്തത് ഈ കഴിഞ്ഞ നാളുകളിൽ. അവിടുത്തെ ആ പ്രോസസ്സിങ്ങിലൂടെ, ആ വെയിറ്റിംഗ് സീസണിലൂടെ കടന്നു പോയപ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു സീസണിൽ നമ്മളെ അവിടുന്ന് ഒരുക്കിയെടുത്ത്. എന്തിനു വേണ്ടി? നിത്യതയ്ക്ക് വേണ്ടി. എന്നിട്ട് കർത്താവ് നമ്മളെ മാനിച്ചു, നമ്മളിൽ പലരെയും. ഹല്ലേലൂയ. കാരണം എന്നാന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാൻ്റ്ലി, സഡൻലി, ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആരെങ്കിലും കൊടുക്കാറുണ്ടോ എന്തെങ്കിലും? ഓക്കെ, ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഡ്രിങ്ക് ആണെങ്കിൽ എടുത്ത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി തരണമെന്ന് ഞാൻ എടുത്ത് കൊടുത്തേക്കാം. പക്ഷേ മറ്റു ചില വിഷയങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. കുഞ്ഞുങ്ങൾ പറയുന്നതെല്ലാം ആ സമയത്ത് വാങ്ങിച്ച് കൊടുക്കാറില്ല. നമ്മൾ അതിനെക്കുറിച്ച് 2 മിനിറ്റ് ചിന്തിക്കും. ഈ കുഞ്ഞ് ചോദിക്കുന്നത് ഞാൻ കൊടുത്താൽ വിൽ ഇറ്റ് ബി ഗുഡ് ഫോർ ഹർ ഓർ ബാഡ് ഫോർ ഹർ? വിൽ ഇറ്റ് അഫക്റ്റ് ഹർ ഹെൽത്ത് ഓർ നോട്ട്? ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഡേഞ്ചറായി തീരുമോ? നമ്മൾ ചിന്തിക്കും. അവന് ഡേഞ്ചറായി തീരുമോ? അവൻ്റെ ജീവിതത്തിന് സേഫ്റ്റിക്ക് ഓക്കെയാണോ? ഇതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കത്തുള്ളൂ. ശരിയല്ലേ? വി ഡോണ്ട് ഗിവ് ദം ഇൻസ്റ്റന്റ്ലി. പെട്ടെന്ന് എടുത്ത് കൊടുക്കത്തില്ല. ഒരു സെൻസിബിൾ ഫാദർ, ഒരു സെൻസിബിൾ മദറും കൊടുക്കത്തില്ല. കാരണം we know that we are putting them in danger. അതുപോലെ തന്നെ ചോദിക്കുന്നതെല്ലാം കൊടുക്കുമോ? കൊടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചാൽ നമ്മൾ തന്നെ പറയുന്നു, ഭൂമിയിലെ ഏത് പിതാവിനേക്കാളും ശ്രേഷ്ഠനാണ് സ്വർഗത്തിലെ പിതാവ്.
അപ്പോൾ നമ്മൾ ചോദിക്കുന്നെല്ലാം ദൈവം നമുക്ക് തരുമോ? ഇല്ല. നമ്മൾ ചോദിക്കുന്ന പലതും ദൈവം നമുക്ക് തന്നാൽ നമ്മൾ നിത്യതയിലെത്തത്തില്ല. നമ്മൾ ഈ ഭൂമി കൊണ്ട് സംതൃപ്തരാകും. മനസ്സിലായോ? അതുകൊണ്ട് കർത്താവ് തരത്തില്ല. കാരണം അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്ന പിതാവ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന് രണ്ട് വിഷയങ്ങളേ ഉള്ളൂ. ഒന്ന് നിത്യം, മറ്റൊരു താൽക്കാലികം. ശ്രദ്ധിക്കണമേ. അപ്പോൾ അവിടുന്ന് നമ്മളെ ഒരുക്കുന്നത്, അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നത്, അവിടുന്ന് നമ്മളെ കരുതുന്നത്, അവിടുന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം നിത്യതയെ ബേസ് ചെയ്തായിരിക്കും. പിശാചിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിത്യതയില്ല, താൽക്കാലികം. അതുകൊണ്ട് തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്നതും അവൻ താൽക്കാലികം കാണിച്ചാണ്, നമ്മളെ നിരാശപ്പെടുത്തുന്നതും താൽക്കാലികം കാണിച്ചാണ്. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ. ദിസ് ഈസ് എ സ്പിരിച്വൽ ട്രൂത്ത് വിച്ച് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടതുപോലെ ഈ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കിയേ. ലോകം പോകുന്ന പോക്ക് എക്സാക്ട്ലി ദൈവത്തിന്റെ വചനം പറഞ്ഞ അതേ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. എനിത്തിങ് കുഡ് ഹാപ്പൻ എനി ടൈം. The Lord can come in the air to take his church up. ദൈവത്തിന്റെ സഭയെ എടുക്കുവാൻ കർത്താവ് ഏത് സമയവും മധ്യാകാശത്ത് വരാം. I am thinking that any time it could happen. ഏത് സമയവും അത് സംഭവിക്കാം. Better we be ready. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ ലോകത്തിലുള്ളതൊന്നും അതിന് തടസ്സമായി നിൽക്കരുത്. നമ്മുടെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധി നിലവിളിച്ചേറ്റ് പറ. ഹല്ലേലൂയ. ആരോടെങ്കിലും എന്തെങ്കിലും റിക്കൺസൈൽ ചെയ്യുവാൻ ബാക്കിയുണ്ടെങ്കിൽ നോ മാറ്റർ ഹൗ ഇറ്റ് കോസ്റ്റ് ആൻഡ് whatever be it, go and get reconciled with them. ഈ ഭൂമിയിലുള്ള കണക്കുകളൊക്കെ തീർക്ക്. മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളത്, മറ്റുള്ളവരോട് പൊറുക്കാനുള്ളത്, മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുവാനുള്ളത്, ഈ വിഷയങ്ങളിലൊക്കെ കൃത്യത വരുത്തുക. കർത്താവിൻ്റെ വരവേത് നിമിഷവും സംഭവിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. Long suffering or patience means trusting that God's timing is not broken even when it feels late. Hallelujah. നമുക്കറിയാം ജോസഫിൻ്റെ ജീവിതമൊക്കെ എന്ന് നോക്കിക്കേ. ജോസഫ് ഏതെല്ലാം ഹാർഡ്ഷിപ്പിലൂടെ കടന്നുപോയല്ലേ. എല്ലാം അനീതിയല്ലായിരുന്നോ? ജോസഫിനോട് അവൻ്റെ സഹോദരങ്ങൾ ചെയ്ത അനീതിയല്ലേ? കച്ചവടക്കാർ ചെയ്ത അനീതിയല്ലേ? അവൻ കടന്നുപോയ പോത്തിഫറിന്റെ വീട്ടിൽ ചെയ്ത അനീതിയല്ലേ? ജയിലിൽ ചെന്നപ്പോൾ അവിടെ അവർ കാണിച്ചത് അനീതിയല്ലേ? പക്ഷെ അവിടെ എവിടെയെങ്കിലും ദൈവവചനത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ജോസഫ് ദേഷ്യപ്പെടുന്നതായിട്ടോ മൗനമായി പോകുന്നതായിട്ടോ അല്ലെങ്കിൽ എന്താ ദൈവത്തോട് ചോദ്യം ചെയ്യുന്നതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. ബിക്കോസ് ദൈവം അവനോട് ഒരിക്കൽ സംസാരിച്ചു. And he believed it. And all through his experiences, many years, നമ്മൾ ആർക്കും കടന്നു പോകുവാൻ കഴിയാത്ത എക്സ്പീരിയൻസസ് അതൊക്കെ. ഹല്ലേലൂയ. ഒരിക്കലെങ്കിലും യോസഫിന് ചോദിക്കാമായിരുന്നു, കർത്താവേ അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എവിടെ? ഞാനിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? അങ്ങോട്ട് പോകേണ്ട ഞാനിപ്പോൾ ഇങ്ങോട്ടാ പോകേണ്ടത്. മുകളിലേക്ക് പോകേണ്ട ഞാനിപ്പോൾ താഴേക്കാ. പൊട്ടക്കിണറിലോട്ട് പോകുന്നു. പിന്നെ പോത്തിഫറിന്റെ ഭവനത്തിൽ പോയി അവിടെ നടന്നതെല്ലാം നമുക്കറിയാം. അത് കഴിഞ്ഞ് നേരെ ജയിലിലോട്ടാ പോകുന്നത്. എന്ന് ഞാൻ ഈ വെളിയിൽ വരും? അല്ലെങ്കിൽ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ ആരുണ്ട്? Never ever Joseph asked those questions. But we know, where did he end? He became the ruler in Egypt. Amen. This is what patience brings. This is what waiting upon God brings. മനുഷ്യന് നമ്മളെ എത്തിക്കുവാൻ കഴിയാത്തത്, നമുക്കെത്തുവാൻ കഴിയാത്തത് കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് എത്തുവാൻ കഴിയും. We be patient. നമുക്ക് ഇയ്യോബിനെ കുറിച്ച് അറിയാൻ പറ്റും. ഇയ്യോബിനെ കുറിച്ച് ഇതൊക്കെ എനിക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഈ ജോസഫിൻ്റെ ചില കാര്യങ്ങൾ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ദൈവവചനത്തിൽ നിന്നൊക്കെ എടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ സമയം നമ്മളെ അനുവദിക്കുന്നില്ല. ഇയ്യോബിനെ കുറിച്ചൊന്ന് എടുത്തു നോക്കിയേ. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിങ്ങളൊന്ന് നോക്കിയേ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് സ്വന്തം ഭാര്യ വന്ന് പറയുന്നുണ്ട്, ഇത്രയും കാലം അവൻ്റെ എല്ലാ നന്മകളും അനുഭവിച്ചവൾ, അവനോട് കൂടെ നിന്നവൾ, അവനോടുകൂടെ ഒന്നായിരുന്നവൾ, അവൻ്റെ ഭക്തി കണ്ടവൾ, അവൻ്റെ സ്നേഹം കണ്ടവൾ, അവന് ദൈവത്തോടുള്ള അടുപ്പം കണ്ടവൾ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ചവൾ ഇപ്പൊ പറയുകയാണ്, എല്ലാം പ്രതികൂലമായപ്പോൾ പറയുകയാണ്, നീ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞിട്ട് curse your God and go and die. നീ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി മരിക്കേ. ഇയ്യോബ് എന്താ പറഞ്ഞു? ഒരു പൊട്ടി സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്, യു ആർ സ്പീക്കിംഗ് ടു മീ ആസ് എ മാഡ് വുമൻ. യു ആർ മാഡ്. യു ആർ മാഡ്. അത് മാത്രമാണോ അവനെ ആശ്വസിപ്പിക്കാമെന്ന കൂട്ടുകാരെന്തോ പറഞ്ഞത്? എല്ലാം ഡിസ്കറേജഡ് ആയിരുന്നു. ഓഫ് കോഴ്സ് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം പ്രതികൂലമായി വന്നപ്പോൾ കപ്പിൾ ഓഫ് ടൈംസ് അവൻ ദൈവത്തോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ദാറ്റ് ഈസ് ഓൾ ഫൈൻ.
പക്ഷെ ദൈവം അവനെ സ്നേഹിച്ചു. കാരണം എന്താണെന്നറിയാമോ? അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ലേ. He waited upon God. അവൻ പറഞ്ഞു, എന്റെ മോചകൻ, my redeemer, I see my redeemer stands. അല്ലേ? എൻ്റെ വീണ്ടെടുപ്പുകാരനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ അവനെ കാണും. See, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് he was waiting upon. നിങ്ങൾക്കറിയാമോ what has happened? 1-ാം അധ്യായം എടുത്തിട്ട് അതിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കണം. അവൻ്റെ വെൽത്ത് എന്തായിരുന്നു? 42-ാം അധ്യായം എടുത്തിട്ട് ഏറ്റവും അവസാന ഭാഗം ഒന്ന് വായിക്കണം. അവൻ്റെ വെൽത്ത് എന്തായിരുന്നു? എല്ലാം ഡബിളായി, എക്സാക്ട്ലി ഡബിൾ. അതുമാത്രമൊന്നും, എത്ര മക്കളാണോ അവന് നഷ്ടപ്പെട്ടത് അത്രയും മക്കളെ കർത്താവ് തിരിച്ചു കൊടുത്തു. അതുമല്ല, ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ അനന്തര 140 years കൊടുത്തു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇയ്യോബിനെ കുറിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇയ്യോബിന്റെ കാലഘട്ടത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചൊരു വാഗ്ദത്തം ഇല്ലായിരുന്നു. അന്നുള്ളതെല്ലാം ഭൗമികമായ അനുഗ്രഹങ്ങളായിരുന്നു, എർത്തലി സെന്റർഡ് ബ്ലെസ്സിങ്സ് ആയിരുന്നു. ദാറ്റ് ഈസ് വാട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട് ദിസ്. പക്ഷെ നമുക്ക് അതിനേക്കാൾ മച്ചും മോറായിട്ടുള്ള ഹെവൻലി ബ്ലെസ്സിങ്സ് ആണ് കർത്താവ് തന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വെയിറ്റ് അപ്പോൺ ഗോഡ് പേഷ്യന്റ്ലി. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ. നമുക്ക് കഴിയാത്ത പരീക്ഷകളൊന്നും കർത്താവ് അനുവദിക്കത്തില്ല. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനും ഇതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴികളും തരും. So God gives us grace to overcome when the test goes beyond our ability. നമ്മുടെ കഴിവിനപ്പുറമായി പരീക്ഷകൾ പോകുമ്പോൾ നമുക്കതിനെ ജയിക്കുവാൻ, ഓവർകം ചെയ്യുവാനുള്ള കൃപ കർത്താവ് നമുക്ക് തരും. He will make sure that we overcome it. Hallelujah. 2-ാമത്തെ പോയിന്റ്, വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. 1 മിനിറ്റ് പറഞ്ഞ ആ ഭാഗം നിർത്തുകയാണ്. Why does God allow long seasons of suffering? എന്തുകൊണ്ടാണ് ലോങ് സീസൺസ് ഓഫ് സഫറിങ് ചിലപ്പോൾ ദൈവം അനുവദിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങൾ അതിന് പ്രധാനമായിട്ടുണ്ട്. I am not explaining it, I am just telling the points because it is written. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, I am taking few hours. ഈ മെസ്സേജിൻ്റെ എക്സെപ്റ്റ്സ്, ഇതിൻ്റെ സമ്മറി ഞാൻ എഴുതാനായിട്ട് I am taking few hours to put it on the internet, just thinking you people. എനിക്കറിയാം മലയാളം മെസ്സേജുകൾ നിങ്ങളിൽ പലർക്കും അങ്ങോട്ട് ഫുള്ളി ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് couple of hours എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന മെസ്സേജ് റൈറ്റ് ഡൗൺ ചെയ്യുന്നുണ്ട്. ഞാൻ അത് ഫുള്ളി ഞാൻ ഈ പറയുന്ന പോലല്ല, പക്ഷേ എൻ്റെ എക്സെപ്റ്റ്സ്, അതിൻ്റെ കണ്ടൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതിയിടും. എന്തിനാ ഇൻ്റർനെറ്റിൽ ഇടുന്നുണ്ട്? എന്തിനാ? ഫോർ യു ടു റീഡ് ആൻഡ് സ്റ്റഡി. നിങ്ങൾക്ക് ഫ്യൂ മിനിറ്റ്സ് ഞാനത് ഷെയർ ചെയ്യുന്നുമുണ്ട് ചർച്ചിനകത്ത്, അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഗോ ആൻഡ് സ്റ്റഡി ഇറ്റ്. ഇറ്റ് വിൽ എൻകറേജ് യു, ഇറ്റ് വിൽ ബിൽഡ് യു അപ്പ്, ഇറ്റ് വിൽ മേക്ക് യു സ്ട്രോങ് ആൻഡ് യു നോ വേർ യു നീഡ് ടു ലിവ്. How you want to live, or how you go to live, and where you want to go. All these things will be guided through these messages. Hallelujah. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് I have written some points here. 1, why does God allow long seasons of suffering? There are 3 reasons. There could be 3 reasons. 1, to build a character. ദൈവവചനം പറയുന്നു, ചിലപ്പോൾ ചില പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നത് കർത്താവ് അനുവദിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, 1, ടു ബിൽഡ് അവർ ക്യാരക്ടർ. ദൈവഹിതപ്രകാരമുള്ള ഒരു മനുഷ്യനാക്കി നമ്മളെ മാറ്റുകയാണ്. റോമൻസ് 5:3-5, റോമാലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വാക്യങ്ങൾ. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. സോ ട്രയൽ പ്രൊഡ്യൂസ് എൻഡ്യൂറൻസ്, ആൻഡ് എൻഡ്യൂറൻസ് പ്രൊഡ്യൂസ് maturity. Hallelujah. ഈ പ്രയാസങ്ങളും കഷ്ടതയിലൂടെയും കടന്നു പോകുമ്പോൾ എൻഡ്യൂറൻസ്, പേഷ്യൻസ് നമ്മളിലുണ്ടാക്കും, ദീർഘക്ഷമ നമ്മളിലുണ്ടാക്കും. അത് നമ്മളെ പക്വതയിലേക്ക് നയിക്കും. 2, ഇറ്റ് ഡീപ്പൻസ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. 1, നമ്മൾ കേട്ടത് എന്താണെന്നറിയാമോ? നമ്മുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യും. 2, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ജെയിംസ് 1:2-4. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, ഈ ഡീപ്പൻസ് അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തെ അവൻ വർദ്ധിപ്പിക്കും. ഈ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയാകും. 3 എന്തെന്ന് വെച്ചാൽ, ടു റിവീൽസ് ഗോഡ്സ് ഗ്ലോറി.
ദൈവമഹത്വം വെളിപ്പെടുത്തുവാനാണ്. 2 Corinthians 4:17, 2 Corinthians 4:17 ഇതിനെല്ലാം ഞാൻ ദൈവവചനം എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് നോട്ട് കമ്മിങ് ഫ്രം മൈ ബ്രെയിൻ. എൻ്റെ ബുദ്ധിയിൽ നിന്നല്ല ഞാൻ സംസാരിക്കുന്നു. ഓൺലി ഗോഡ്സ് വേർഡ് ക്യാൻ ലിബറേറ്റ് us. ദൈവത്തിൻ്റെ തിരുവചനത്തിന് മാത്രമേ നമ്മളെ വിടുവിക്കുവാനായിട്ട് കഴിയൂ. അതുകൊണ്ടാണ് ഇതിന് ദൈവവചനം ഞാൻ വീണ്ടും വീണ്ടും വായിക്കുന്നത്. 2 Corinthians 4:17, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ദൈവ മഹത്വം വെളിപ്പെടുവാൻ്റെ ഗുണമിടയാകുന്നു. അത് പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി അവിടുത്തെ സന്നിധി നമുക്ക് കാത്തിരിക്കാം. Number 2, we must be patient while we wait upon each other. നമ്മൾ പലപ്പോഴും ഇംപേഷ്യൻ്റ് ആകുന്നത് നമ്മുടെ റിലേഷൻഷിപ്സിനകത്ത്. അത് നമ്മുടെ ഭവനത്തിലായിക്കോട്ടെ, ഭാര്യാഭർത്തൃ ബന്ധത്തിലായിക്കൊള്ളട്ടെ, മക്കളുമായിട്ടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ ഒത്തിരി ഇംപേഷ്യൻ്റ് ആകും. ദൈവസഭയ്ക്കകത്ത് സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഇംപേഷ്യൻ്റ് ആകും. നമുക്ക് ക്ഷമയില്ലാതെ വരും, അല്ലേ? ഓഫീസിൽ കൊളീഗ്സുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഇംപേഷ്യൻ്റ് ആകും. അതായത് വാട്ട് ഐ മീൻ ടു സേ ഈസ് ഇൻ റിലേഷൻഷിപ്സ് വി ബിക്കം ഇംപേഷ്യൻ്റ്. ഹല്ലേലൂയ. ഇവിടെ പറയുക, വി മസ്റ്റ് ബി പേഷ്യന്റ് വൈൽ വി വെയിറ്റ് അപ്പോൺ ഈച്ച് അതർ. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ചില പ്രതീക്ഷിക്കുമ്പോൾ വെയിറ്റ് അപ്പോൺ, എൻ്റെ ഭാര്യ ഒന്ന് മാറിയായിരുന്നേ മതിയായിരുന്നു, അല്ല എൻ്റെ ഭർത്താവ് ഒന്ന് മാറിയായിരുന്നേ മതിയായിരുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നാ ഒരു മാറ്റം ഉണ്ടാവുന്നത്. നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ? എൻ്റെ സഭയിലെ ഇന്ന സഹോദരങ്ങളൊന്ന് മാറിയായിരുന്നേ കൊള്ളായിരുന്നു നമ്മൾ പറയാറുണ്ടോ? യു ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ്. ബിക്കോസ് ഇവരെല്ലാം മാറിയാൽ മതിയായിരുന്നെന്ന് ഞാൻ പറയുമ്പോൾ എന്നെക്കുറിച്ച് വേറെ ചിലരെന്ന് പറയുക, ഞാനൊന്ന് മാറിയാൽ മതിയായിരുന്നെന്ന്. ബിക്കോസ് വി ഓൾ നീഡ് ടു ചേഞ്ച്, ബട്ട് വി ഗോട്ട് ടു ബി പേഷ്യന്റ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. നമ്മൾ പെട്ടെന്ന് ക്ഷിപ്രമായിട്ട് ഇയാൾ എന്താ മാറാത്തത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ചിന്തയുണ്ടായിരുന്നു. പക്ഷേ പിന്നെ കർത്താവ് പഠിപ്പിച്ചു, നീ ഇതുവരെ മാറിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ? നീ മാറാൻ ഇനി എന്തുമാത്രം ഏറിയാകളും ബാക്കിയുണ്ട്. Then what right you got to think about other people and demand on other people that they need to change? അല്ലേ? നിന്റെ ജീവിതത്തിൽ നിനക്ക് മാറാൻ ഇനി എന്തെല്ലാം ബാക്കി കിടക്കുന്നു, പിന്നെന്തിനാണ് മറ്റുള്ളവർ മാറണമെന്ന് നീ വാശി പിടിക്കുന്നത്? എഫേസ്യ ലേഖനം 4:2 വായിക്കുന്നു, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് I said to you, you can go and click that link after tomorrow and you can read all these things there. കുഞ്ഞുങ്ങൾ പോയിട്ട് ആ ലിങ്ക് നാളെ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്കത് കിട്ടും, നിങ്ങൾക്കത് വായിക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ. ഇംഗ്ലീഷിലത് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. സഹോദരങ്ങളെ, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. കണ്ടോ, ഇതെല്ലാം പേഷ്യൻസിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റൊരാളുടെ നേർക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഓർക്കണമേ ദൈവമക്കളെ, വി ആർ നോട്ട് പെർഫെക്റ്റ് അറ്റ് ഓൾ. നമ്മൾ പെർഫെക്റ്റ് അല്ല. ഒരു 100 കാര്യങ്ങൾ നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും മുമ്പേ ഇവിടെ വന്ന് ദൈവദാസൻ മീറ്റിംഗ് ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ പലപ്പോഴും അഭിനയിക്കുകയാണ്. നമ്മുടെ വീഴ്ചകളൊക്കെ നമ്മൾ കവർ ചെയ്ത് വെക്കുക, കാരണം മറ്റാരും കാണാതിരിക്കുക. പക്ഷേ ദൈവസന്നിധിയിൽ അത് വീഴ്ചകളായിട്ട് തന്നെയാണ് ദൈവം കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാരോടും ഡിമാൻഡ് ചെയ്യുവാനുള്ള യോഗ്യത നമുക്കില്ല. ഭാര്യയോട് ഡിമാൻഡ് ചെയ്യുവാൻ നമുക്ക് പറ്റത്തില്ല, നീ മാറാത്തത് എന്താണ്? കാരണം നമ്മൾ 100 കാര്യങ്ങളിൽ മാറാൻ കിടക്കുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്യുക. കർത്താവ് പ്രവർത്തിക്കട്ടെ, മക്കളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കട്ടെ. നമ്മളതിന് ഇംപേഷ്യൻ്റ് ആവണ്ട. ഹല്ലേലൂയ. നമ്മൾ അക്ഷമരാവരുത്. വെയിറ്റ് ഫോർ ഗോഡ് ടു വർക്ക്. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകുകയാണ്. കൊലോസ്യ ലേഖനം 3:12-13 പറയുന്നു, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. ആരെങ്കിലും ക്ഷമിക്കാത്തവരായിട്ടുണ്ടോ? ദൈവം ക്ഷമിക്കത്തില്ല കേട്ടോ. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ വിശ്വാസികളെന്നല്ല അവിശ്വാസികളായിക്കൊള്ളട്ടെ, ഏതെങ്കിലും മനുഷ്യനോട് നമ്മൾ ക്ഷമിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കത്തില്ല. കാരണം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് അത് നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും, ഞങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ലല്ലോ.
നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ആ പ്രാർത്ഥനയെ ബേസ് ചെയ്ത പ്രാർത്ഥനയാണ്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ, ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയിലുള്ള സ്പിരിറ്റ് ഇതായിരിക്കണം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവനും നമ്മുടെ പ്രാർത്ഥനയിലെ കണ്ടന്റാണ്. കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പിടിക്കുന്നവർ ആരെങ്കിലും പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പോൾ ഉടനെ ഓർക്കണം, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്ത് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എൻ്റെ കടക്കാരോട് ഞാനും ക്ഷമിക്കണം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആ പ്രാർത്ഥനയുമായിട്ട് റിലേറ്റഡാണ്. അത് അതിൻ്റെ സമ്മറി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പേ. നമ്മൾ ആ അക്ഷരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ആത്മാവിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, we need to forgive each other. We need to wait upon each other in patience. ക്ഷമയിൽ നമ്മൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. മനോഹരമായ പല കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ പഠിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ സ്വഭാവത്തിനോട് കൺഫോമബിൾ ആകാനാണ്, അനുരൂപരായി തീരാനാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിനെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കർത്താവ് നമുക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയല്ലേ, നമ്മൾ മാറാൻ വേണ്ടി. എത്ര കാലം കൊണ്ട് കർത്താവ് ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നത് നമുക്ക് വേണ്ടി? എൻ്റെ പ്രായം എത്രയുണ്ടോ അത്രയും വർഷങ്ങളായി കർത്താവ് എനിക്ക് വേണ്ടി കാത്തിരിക്കുക, ഞാൻ മാറാൻ വേണ്ടി. ഇതുവരെ ഞാനും മാറിയിട്ടില്ല. ചിന്തിച്ചു നോക്കി, കർത്താവ് ദീർഘക്ഷമയോടെ കാത്തിരിക്കുക എനിക്ക് വേണ്ടി. പക്ഷെ നമുക്ക് ചിലർക്ക് വേണ്ടി ചില മാസങ്ങൾ പോലും ആയില്ല. പക്ഷെ നമ്മൾ ഇമ്പേഷ്യൻ്റാണ്, മാറിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ചിലത് കാണിക്കുമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇവിടെ പറയുന്ന വഴക്കുണ്ടാക്കിയാൽ എന്താ, ഒരുവനോട് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണമെന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ടേക്ക് ഇറ്റ് വെരി 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 സീരിയസ്ലി, അതർവൈസ് വി വിൽ നോട്ട് ബി ഫോർഗിവൺ. അതാ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാന ഭാഗം പോയി നിങ്ങൾ പഠിച്ചാൽ മതി. ഹല്ലേലൂയ. സോ പേഷ്യൻസ് ഡസ് നോട്ട് മീൻ അപ്രൂവിങ് റോങ്. ഇറ്റ് മീൻസ് റെസ്പോണ്ടിങ് വിത്ത് ഗ്രേസ്. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അതിനകത്ത് കുറച്ച് ക്ഷമ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന തെറ്റുകളെല്ലാം അംഗീകരിക്കണമെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഗ്രേസ്ഫുള്ളി ആയിരിക്കണം, കൃപയിലായിരിക്കണം, കൃപയോടുകൂടി ആയിരിക്കണം. തല തല്ലിക്കീറാനായിട്ട് പോകരുത്, അവരെ മുറിപ്പെടുത്താനായിട്ട് പോകരുത്, അവരെ കുത്തിക്കീറാനായിട്ട് പോകരുത്, അവർക്ക് വേദന ഉണ്ടാക്കാനായിട്ട് പോകരുത്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ അഭിപ്രായം നമ്മൾ അവരോട് പറഞ്ഞു, ദിസ് ഈസ് സംതിങ് ഐ കാനോട്ട് അക്സെപ്റ്റ്. അത് ഭാര്യയോട് പറയാം, ഭർത്താവിനോട് പറയാം, മക്കളോട് പറയാം, കൂട്ടു സഹോദരങ്ങളോട് പറയാം, ആരോടും നമുക്ക് പറയാൻ പറ്റും. ദിസ് ഈസ് സംതിങ് ഐ കാനോട്ട് എഗ്രി. അവർ പറയാം, നോ ദിസ് ഈസ് ഓക്കെ ലീവ് ഇറ്റ്. ഐ എം നോട്ട് ആർഗ്യൂയിങ് വിത്ത് യു, ഐ എം നോട്ട് ഫൈറ്റിംഗ് വിത്ത് യു, ഐ ഡോണ്ട് വാണ്ട് ടു ഫൈറ്റ്, ഐ എം ജസ്റ്റ് ക്ലിയർലി ടെല്ലിങ് മൈ ഒപ്പീനിയൻ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയായിരുന്നു കർത്താവ് ചെയ്തത്, അങ്ങനെയായിരുന്നു അപ്പോസ്തലന്മാർ ചെയ്തത്. അതാണ് ക്ഷമ. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞത് ശരിയാണെങ്കിൽ സൂൺ ഓർ ലേറ്റർ ഗോഡ് വിൽ ഷോ ഇറ്റ്. ദൈവം അത് കാണിച്ചു കൊടുക്കും. വെയിറ്റ് അണ്ടിൽ ദെൻ. അതുവരെ നമ്മൾ കാത്തിരിക്കണം. വേഗം മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ദീർഘമായി ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ വായിച്ചു പോകുകയാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അടുത്ത 5 മിനിറ്റിനുള്ളിൽ അടുത്ത ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് പേഷ്യൻസ് മീൻസ് നോട്ട് അപ്രൂവിങ് റോങ്. തെറ്റുകളെ അംഗീകരിക്കുക എന്നുള്ളതല്ല പേഷ്യൻസ്. മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് ഇവിടെ പറയാം, സൗമ്യതയുടെ ആത്മാവിൽ ആ വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തണം. എന്തുകൊണ്ടാണെന്നറിയാമോ? നീയും വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. നിനക്കും സാധ്യതയുണ്ട്, അവൻ ചെയ്ത അതേ തെറ്റ് നീയും ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം യു ആർ ഓൾസോ എ ഹ്യൂമൻ ബീയിങ്. ദ വേ ഹി വാസ് ടെംപ്റ്റഡ് ഓർ ഷീ വാസ് ടെംപ്റ്റഡ്, യു ഓൾസോ കുഡ് ബി ടെംപ്റ്റഡ്. നീയും അങ്ങനെ പരീക്ഷിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ബി കെയർഫുൾ. കർത്താവിൻ്റെ ആത്മാവ് എത്ര ബാലൻസ്ഡായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പേഷ്യൻസ് ഇറ്റ് ഈസ് റിഡംപ്റ്റീവ്, ഗിവ്സ് ടൈം ഫോർ റിപ്പൻറ്റൻസ്.
ദൈവത്തിൻ്റെ ക്ഷമയെന്ന് പറയുന്നത് ഹി ഓൾവേസ് ഗിവ്സ് ടൈം ഫോർ റിപ്പൻറ്റൻസ്. മാനസാന്തരത്തിന് എപ്പോഴും സമയം തന്നുകൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ക്ഷമ. അതുപോലെ റിലേഷണലാണ്. സസ്റ്റെയിൻസ് കവനന്റ് വിത്ത് ഇംപെർഫെക്റ്റ് പീപ്പിൾ. അപൂർണരായ ഒരു ഗുണവുമില്ലാത്ത പാപികളായ മനുഷ്യരോട് തൻ്റെ ഉടമ്പടി എപ്പോഴും കീപ്പ് ചെയ്യുന്ന ദൈവമാണ്. ഇതൊക്കെ നമ്മൾ ഒത്തിരി പഠിക്കേണ്ട വിഷയമാണ്. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ അടുത്തൊരു ദിവസം ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. പ്രൈസ് ഗാഡ്. ദ ലാസ്റ്റ് പോയിന്റ് ഐ എം ഫിനിഷിംഗ് ഇൻ 5 minutes. We must be patient while we wait for the Lord's coming. അതാണ് നമ്മൾ ആദ്യം കേട്ട കുറിവാക്യത്തിൽ കേട്ടത്. We must be patient while we are waiting for the Lord's coming. എന്താ കർത്താവ് ഇതുവരെ വരാത്തത്? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. The promise of the Lord's coming or return is one of the greatest hopes we have as believers. വിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹോപ്പാണ് കർത്താവിൻ്റെ വരവ്. കർത്താവിൻ്റെ വരവ്, കർത്താവിൻ്റെ കാഹളം മധ്യാകാശത്ത് ധ്വനിക്കുന്നത് കേൾക്കണം. ദൈവത്തിൻ്റെ സഭ എടുക്കപ്പെടുമ്പോൾ, ലോകമൊക്കെയുമുള്ള വിശുദ്ധർ എടുക്കപ്പെടുമ്പോൾ അവരോടും കൂടെ ജ്ഞാനം എടുക്കപ്പെടണം. അതാ ഒരു വിശ്വാസിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രത്യാശ അല്ലേ? പക്ഷേ ആ പ്രത്യാശയുടെ മധ്യത്തിലാണ് പിശാച് സംശയം കൊണ്ടുവരുന്നത്. ഇത്രയും കാലമായിട്ടും എന്താ ഈ കാഹളം ധ്വനിക്കാത്തത്? ചെറുപ്പം മുതലേ ഞാനിത് കേൾക്കുന്ന കാര്യമാണല്ലോ. വൈ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്? ഒരു കാര്യം ഓർക്കണമേ ദൈവമക്കളെ, ഇവിടെയാണ് മുമ്പേ വായിച്ച വചനത്തിൻ്റെ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത്. കൃഷിക്കാരൻ വിത്ത് വിതച്ചിട്ട് അതിൻ്റെ വിളവിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വ പ്രതീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് നമ്മൾ ആദ്യം വായിച്ചത്. ഇറ്റ് ഈസ് നോട്ട് ഓൾ ഓഫ് എ സഡൻ ഹാപ്പനിങ്. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ പ്രഗ്നൻറ്റ് വുമൻ. ഗർഭിണിയായ ഒരു സ്ത്രീയുടെ കൂട്ടം കുഞ്ഞിനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് അല്ലേ? പക്ഷേ ഒരു രക്ഷയുമില്ല. യു ഗോ ടു വെയിറ്റ് ഫോർ എ ഫ്യൂ മന്ത്സ് അണ്ടിൽ the whole process, the whole growth is complete. ആ വളർച്ച പൂർത്തിയാകുന്നത് വരെ നീ കാത്തിരുന്നേ പറ്റൂ. ചിലർ ചിന്തിച്ചു ചോദിച്ചോ, എനിക്ക് ഇത്രയൊന്നും ക്ഷമിക്കാൻ പറ്റത്തില്ല, ഒരു സിസേറിയൻ വല്ലതും ചെയ്താൽ 5ാമത്തെ മാസത്തിൽ വലിച്ച് വെളിയിലിടാമെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും വരുന്നത്? വെളിയിലോട്ട് മാക്രിയുടെ കൂട്ട് വരും ഇല്ലേ? ഒരു രൂപമില്ല, മനുഷ്യൻ്റെ ഒരു ഗുണം ഉണ്ടാവത്തില്ല, മനുഷ്യൻ്റെ രൂപം ഉണ്ടാകത്തില്ല. ഇതെൻ്റെ കുഞ്ഞാന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതിന് നമ്മൾ പേഷ്യൻ്റായിട്ട് വെയിറ്റിരിക്കണം, അതിൻ്റെ പെർഫെക്റ്റ് ഗ്രോത്ത് കഴിയുന്നത് വരെ. ഇവിടെ പറയുക, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ വരവ് നമ്മുടെ സമയത്തല്ല, കർത്താവിൻ്റെ സമയത്ത്. അതുകൊണ്ട് നമ്മൾ പേഷ്യൻ്റായിട്ട് കാത്തിരിക്കണം. ഹല്ലേലൂയ. വാട്ട് വി ഫീൽസ് ലൈക്ക് ഡിലേ to us is often mercy, giving more people time to turn to him. നമ്മൾ ഈ ലേറ്റ് ആകുന്നു എന്ന് പറയുന്നത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അനേകരോട് കാണിക്കുന്ന കൃപയാണ്. കാരണം അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി. ഒരു 30 വർഷം മുമ്പ് ആ കർത്താവ് വന്നിരുന്നെങ്കിൽ 100% ഞാൻ നരകത്തിലെത്തിയിരുന്നു. അതിനകത്ത് ഒരു ഡൗട്ടുമില്ല. കർത്താവ് താമസിപ്പിച്ചത് കൊണ്ട് എനിക്കൂടി രക്ഷയിലേക്ക് വരാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന അനേക സഹോദരന്മാർക്ക് അത് പറയാൻ പറ്റും അല്ലേ? അനേക സഹോദരിമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് പറയാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പറയാൻ പറ്റും, കർത്താവെ അങ്ങയുടെ വരവ് താമസിച്ചത് കൊണ്ട് ഞാനും ഈ രക്ഷയിലേക്ക് വന്നല്ലോ. അതാ 2 പത്രോസ് 3-ാമത്തെ പറയുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വിഷയത്തിലാണ് എഴുതി. അതിന് മുകളിലോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കർത്താവ് വരാത്തത് എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതിയിരിക്കുന്നത്. കർത്താവ് ദീർഘക്ഷമ കാണിക്കുക, ചിലർക്കൂടെ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. When every day passes, it brings us one step closer to his return. ഓരോ ദിവസം കഴിയുമ്പോഴും കർത്താവിൻ്റെ വരവിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. That is a good news. So we can wait only one more day less. ഒരു ദിവസം കൂടെ കുറച്ച് നോക്കിയാൽ മതി, കാരണം ഒരു ദിവസം കൂടെ കഴിഞ്ഞല്ലോ. അങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്. നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ സന്തോഷം കൂടുക. കാരണം എന്താണെന്നറിയാമോ? ആ ഡേറ്റിലേക്കുള്ള അകലം ഒരു ദിവസം കൂടെ കുറഞ്ഞു. അതുപോലെ ആയിരിക്കണം കർത്താവിൻ്റെ വരവ്. എൻ്റെ കർത്താവിൻ്റെ വരവിലേക്കുള്ള ദിവസം ഒരു ദിവസം കൂടെ കുറഞ്ഞു. ഹല്ലേലൂയ. അതാണ് നമുക്ക് പ്രത്യാശ തരുന്നത്, അതാണ് കാത്തിരിപ്പിന് സുഖം തരുന്നത്. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറയുന്നു, മത്തായിയുടെ സുവിശേഷം 24:12 പറയുന്നു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഈ ദിവസങ്ങളിൽ അനേകരുടെ സ്നേഹം തണുത്തു പോകും. കാരണം ചുറ്റുപാടുമുള്ള അധർമ്മം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ
മുമ്പേ കേട്ടതുപോലെ, ദേവദാസൻ പറഞ്ഞത് കേട്ടതുപോലെ, ദൈവം എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി മനുഷ്യൻ. കാരണം അധർമ്മം, ഇനിക്വിറ്റീസ് അബൗണ്ട് ചെയ്യുന്നത് കൊണ്ട്, അധർമ്മം പെരുകുന്നത് കൊണ്ട് പീപ്പിൾ സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ് ദ ഡിയറ്റി, ദി എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ആരുടെയും ഹൃദയത്തിൽ അങ്ങനെ ചിന്ത വരരുത്. There are so many distractions around us. The media, entertainment, pride of this life, our day-to-day life schedules, friends around us, opposition from others, persecutions for faith and many more distractions. ഈ ക്ഷമയിൽ നിന്ന്, ഈ കാത്തിരിപ്പിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് ഒത്തിരി നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കർത്താവിൽ നമ്മൾ സൂക്ഷിക്കുക, ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയാണ്. The closing verse, Ephesians 5:16, എഫേസ്യ ലേഖനം 5:16 പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഇത് ദുഷ്കാലമാണ്. These are evil times. So make every minute count. Don't be stupid. Instead, find out what the Lord wants you to do. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. നമ്മൾ ആദ്യം പറഞ്ഞ വാക്യത്തിലേക്ക് വരികയാണ്. യാക്കോബ് 5:7, ബി പേഷ്യന്റ് therefore brethren unto the coming of the Lord. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. നമുക്ക് നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം.